പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഐ ലവ് മുഹമ്മദ് പോസ്റ്റർ വിവാദത്തിനെ തുടർന്ന് ഉത്തർപ്രദേശിലെ ബരേലിയിൽ ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് കേട്ടോ. 48 മണിക്കൂറാണ് ഇന്റർനെറ്റ് സേവനങ്ങൾ നിരോധിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷ പോസ്റ്റുകൾക്ക് സാധ്യതയുണ്ടെന്നും സമാധാനം നിലനിർത്താനാണ് ഈ തീരുമാനമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. ശരത് ലാൽ ഡൽഹിയിൽ നിന്നും ചേർന്നു. ശരത്ത്, വെള്ളിയാഴ്ച നമസ് കഴിഞ്ഞ് അല്ലെങ്കിൽ അത് അക്രമാസക്തമാവുമെന്നൊരു ഭയമുണ്ട്. കാരണം ഇപ്പോൾ തന്നെ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും വളരെ അതായത് പ്രതിഷേധിച്ച വ്യക്തികളെയൊക്കെ അറസ്റ്റ് ചെയ്യും, ഒരാളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. സംഘർഷത്തിൽ 3 പേർക്ക് വെടിയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യമൊക്കെ ബറേലിയിൽ നിലനിൽക്കുന്നുണ്ടാണ് ഐ ലവ് മുഹമ്മദ് എന്ന ബാനറിന്റെ പേരിലുള്ള വിഷൻ കത്തി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ് ഈ വരുന്ന നാളെ വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ചയിൽ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സംഘർഷത്തിന് സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടാണ് ഇന്റർനെറ്റ് നിരോധിക്കുന്നത്. 48 മണിക്കൂർ ഇന്റർനെറ്റ് നിരോധനമുണ്ട്. പോസ്റ്ററുകളും അതുപോലെ ഷെയർ ചെയ്ത് അത് ഒരു വർഗീയ സംഘർഷത്തിലേക്ക് പോകരുത് എന്നതാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബറേലി നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളും 48 മണിക്കൂറുള്ള ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് 2 മണി മുതൽ ഇന്റർനെറ്റ് നിരോധനം നിലവിൽ വന്നു. അതേപോലെ തന്നെ മൊബൈലിലെ ഫ്രീക്വൻസിയിലും കുറവ് വരുത്തിയിട്ടുണ്ട്. ഒരു 30 മീറ്റർ ഉളവിലുള്ള ഫ്രീക്വൻസിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബറേലി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് മൊബൈൽ ഫോൺ നിരോധിച്ചില്ലെങ്കിലും മൊബൈൽ ഫോണിന്റെ കണക്ടിവിറ്റി കുറച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്റർനെറ്റ് നിരോധനവും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ കണക്ടിവിറ്റി കുറക്കുന്നു. നാളെ വെള്ളിയാഴ്ച പള്ളി നമസ്കാരത്തിന് ശേഷമുള്ള ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് ഇത്തരം ഒരു നടപടി എന്നാണ് ബറേലി പോലീസ് പറയുന്നത്. ശ്രീലക്ഷ്മി, ഓക്കെ ശരത്ത്, ശരി. കേവലം ഒരു വാട്സാപ്പ് സ്റ്റാറ്റസിൽ നിന്നും ഉണ്ടായ ഒരു സംഭവമാണ് അത് വലിയൊരു വിവാദമായിട്ട് ഇപ്പോൾ ആളിപ്പടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.